കുഞ്ഞൻ പറഞ്ഞത് കാര്യമുണ്ട് മോളെ. മൂത്തോമ്മ കേട്ടാ അതൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ചെറുമക്കളുടെ മഹിമ പറഞ്ഞ് നിന്നെ താഴ്ത്തി കെട്ടാൻ നോക്കും. അവരൊക്കെ പോയിട്ട് മോൾ അമ്മയുടെ എത്ര വേണേലും മനസ്സ് തുറന്നു. പിന്നെ വൈകിട്ട് അവനെയും കൂട്ടി കുടുംബക്ഷേത്രത്തിൽ പോകണം കേട്ടോ. നിങ്ങളുടെ പേരിലാണ് ഇന്നത്തെ വിശേഷാൽ പൂജ നടത്തുന്നത്. ഒരുമിച്ച് നിന്ന് വേണം പ്രസാദം വാങ്ങാൻ. കുളി കഴിഞ്ഞ് അമ്മയുടെ റൂമിൽ വരണം കേട്ടോ. അവളുടെ കവിളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് ലേഖ എഴുന്നേറ്റ് പോയപ്പോൾ തനിക്ക് നേരെ തൂങ്ങുന്ന വാളുപോലെയായിരുന്നു അവളുടെ ഭൂതകാലം. അത് കാരണം കുടുംബത്തിലുള്ളവർ തലകുനിച്ച് നിൽക്കേണ്ടി വരുമോ എന്നവൾ ഭയന്നു. അച്ചുവിൻ്റെ ഭീഷണി ഏറ്റതുകൊണ്ട് തന്നെ പിന്നെ പവിതയും പവിത്രയും ഒന്നടങ്ങിയിരുന്നു. എന്നാൽ ചാരു അവരിൽ ഒരാളെ കാലുവെച്ച് വീഴ്ത്തിയാണ് പ്രതികാരം ചെയ്തത്. അത് കൃത്യമായി വിക്രം കാണുകയും ചെയ്തു. നടു ഇടിച്ചു വീണ പവിത്രയെ ഒരു ഡോക്ടർ എന്ന നിലയിൽ വിക്രം പരിശോധിച്ചപ്പോൾ പൂത്തിരി കത്തിയ പോലെ പവിത്രയുടെ കണ്ണുകൾ തിളങ്ങി. ശോഭം, ചാരു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. ഓയിൻമെൻറ്റും പെയിൻ കില്ലറും എഴുതി കൊടുത്തു അവൻ. ഭാമേപ്പിച്ചി, പവിത്രയ്ക്ക് നല്ല റെസ്റ്റ് വേണം. വിക്രം അത് പറഞ്ഞപ്പോൾ പവിത്രയുടെ മനസ്സും മുഖവും തെളിഞ്ഞു. അതുകൊണ്ട് ഇന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ അപ്പച്ചി, അച്ചുവേട്ടൻ കൊണ്ടുവിടും. വിക്രം അത് പറഞ്ഞപ്പോൾ കാറ്റുപോയ ബലൂൺ പോലെയായിരുന്നു അവളുടെ മുഖം. അയ്യോ, എൻ്റെ നടുവേ. പവിത്ര നടുവിൽ കൈവച്ചു കാറി കൂവിയപ്പോൾ എല്ലാവരും അവളെ നോക്കി. പവിത്രയ്ക്ക് വേദന കൂടുതലാണോ? വിക്രം ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി. എങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം, വിശദമായി ചെക്കപ്പ് ചെയ്യും. ഞാൻ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചു പറയാം. അത് കേട്ടതും പവിത്രയുടെ കരച്ചിൽ സ്വിച്ച് ഇട്ടതുപോലെ നിന്നു. അത്രയ്ക്കൊന്നുമില്ല, ഞാനിവിടെ കടന്നോളാം, യാത്ര ചെയ്യാൻ വയ്യ. അവൾ പറഞ്ഞപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ലോ എന്ന ഭാവത്തിൽ ചാരു നഖം കടിച്ചു. അത്രയ്ക്കൊന്നുമില്ല, ഒരു കാര്യം ചെയ്യാം കുഞ്ഞ, തറവാട്ടിലടുത്തുള്ള വൈദ്യശാലയെ കാണിക്കാം. അവർ നൊഴിച്ചിലും പിഴിച്ചിലും നടത്തുമ്പോൾ ഇവളുടെ എല്ലാ വേദനയും മാറിക്കോളും. ഭാമ അവളെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. പവിത്ര കണ്ണു മിഴിച്ചു നോക്കി. അച്ചുവിന് ചിരി വന്നുപോയി. വൈദു വിക്രം അവളോട് ചേർന്ന് നിൽക്കുന്നത് കണ്ട് കണ്ണു കോർത്തു. മുഖം വീർപ്പിച്ച് നിൽക്കുന്നവളെ കണ്ട് വിക്രം നോക്കി. എങ്കിലും അങ്ങനെ ചെയ്യാം അപ്പച്ചി. അച്ചുവേട്ടാ, ഇവരെ തറവാട്ടിലാക്കിയേക്ക്. താമസിച്ച ചതവിൻ്റെ ആക്കം കൂടും, പിന്നെ മൊത്തത്തിലൊന്ന് ഉടച്ചു പിഴിയേണ്ടി വരും. വിക്രം അവനെ നോക്കി പറഞ്ഞപ്പോൾ പവിത്ര ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലായിരുന്നു. മൂത്തോമ്മ ദേഷ്യത്തിൽ റൂമിൽ പോയി ഡ്രസ്സ് മാറ്റി വന്നു. അച്ചു അവരെയും കൊണ്ട് തറവാട്ടിൽ പോയി. ഇരട്ട സുഖം. ചാരു സോഫയിൽ വന്ന് വീണുകൊണ്ട് പറഞ്ഞപ്പോൾ എല്ലാവരും അവളെ തന്നെ നോക്കി. ഇളയമ്മേ, ഈ കുരുപ്പിനെ കെട്ടിക്കൊണ്ടു പോകുന്നവൻ്റെ കഷ്ടകാലമായിരിക്കും. അവളാ പവിത്രയെ വീഴ്ത്തിയത്. വിക്രം കൈകെട്ടി രൂക്ഷമായി പറഞ്ഞപ്പോൾ ചാരു ഒന്ന് ഇടിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. വീണെ അവളുടെ കയ്യിലൊന്ന് തല്ലി. ഇടി കുറുമ്പി, നീ ആള് കൊള്ളാലോ. രാമകൃഷ്ണൻ അവളുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. അത് വലിയച്ച വന്നത് മുതൽ തുടങ്ങിയതല്ലേ കുഞ്ഞേട്ടത്തേക്ക് പാരപണിയാൻ. അപ്പോഴേ മനസ്സിൽ കരുതിയതാ എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന്. ചാരു ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ വൈദു അവളെ വാത്സല്യത്തോടെ നോക്കി. കുറച്ച് കൂടുന്നുണ്ട് പെണ്ണെ, തല വല്ലതും ഇടിച്ചിരുന്നെങ്കിലോ? ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ വേറെ എന്തെങ്കിലും ആയി മാറും. ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. വീണ അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. അത്രയ്ക്ക് വകതിരിവില്ലാത്തവളല്ല എൻ്റെ മോള്, അല്ലേടി? രാധാകൃഷ്ണൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ചാരു അച്ഛൻ്റെ നെഞ്ചിൽ കുറുകിയിരുന്നു. വൈകിട്ട് ലേഖ പറഞ്ഞതുപോലെ കുളി കഴിഞ്ഞ് വൈദു ലേഖയുടെ റൂമിലേക്ക് പോയി. വാ മോളെ. ലേഖ വാതിലടച്ച് കുറ്റിയിട്ടിട്ട് അവളെ പിടിച്ച് ബെഡിലിരുത്തി. പിന്നെ അലമാരയിൽ നിന്നൊരു കവർ എടുത്തു. റോയൽ ബ്ലൂ നിറത്തിലുള്ള കരയോട് കൂടിയ സെറ്റുമുണ്ടായിരുന്നു, ഒപ്പം അതേ നിറത്തിലുള്ള ബ്ലൗസും. അന്ന് മോൾ അളവ് തന്നപ്പോൾ തയ്പ്പിച്ചു വെച്ചതാ. ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഇതിട്ട് പോകണം കേട്ടോ. ബ്ലൗസും സ്കേർട്സും ഇട്ട് നിന്നപ്പോൾ ലേഖ വൃത്തിയായി ഉടുപ്പിച്ചു കൊടുത്തു. പിന്നെ മുടി ഉണക്കി തല നന്നായി കെട്ടിക്കൊടുത്തു. പണ്ട് ഞാൻ കുറച്ചുനാൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് പിന്നെ പോയില്ല. അവളെ ഒരുക്കുന്നതിനിടയിൽ ലേഖ പറഞ്ഞു. അത്ര ഭംഗിയായിട്ടായിരുന്നു അവളെ ലേഖ ഒരുക്കിയത്. മുഖത്ത് കുറച്ച് പൗഡർ മാത്രം ഇട്ട് കൊടുത്തു. കണ്ണിൽ കട്ടിക്ക് കൺമഷി എഴുതി. മുടിയുടെ തുമ്പറ്റത്ത് ഒരു ക്ലിപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ മുല്ലുമാല കൂടി വെച്ചപ്പോൾ അവളുടെ സൗന്ദര്യം ഒന്നുകൂടി ജ്വലിച്ചതുപോലെ. വൈദുവിനെയും കൂട്ടി ലേഖ പുറത്തിറങ്ങിയപ്പോൾ വിക്രം ഒഴികെ എല്ലാവരും ഹാളിലുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ വിടർന്നു. ഇതാര്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? ചാരു കവിളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വൈദുവിന് ചിരി വന്നു. അങ്ങനെയാണെന്ന് പറയുന്നവർ കണ്ണുപൊട്ടനായിരിക്കും. സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ പുച്ഛത്തോടെ പറയുന്നത് കേട്ട് വൈദുവിൻ്റെ മുഖം വാടി. സൂയ, പൂർവ്വ സൂയ, ഏട്ടന് കുശുമ്പ് കുത്തിയിട്ട് കാര്യമില്ല. സത്യത്തിന് നേരെ മുഖം ധരിക്കരുത് കുഞ്ഞേട്ട. ചാരു ചുണ്ട് വക്രിച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞേട്ടനേക്കാൾ ഗ്ലാമർ കൂടിയ ഭാര്യ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ പോലെ ഇരിക്കുന്ന ഏട്ടൻ്റെ മുഖവും നല്ല പഴുത്ത മൽഗോവ മാങ്ങ പോലത്തെ ഏട്ടത്തിയുടെ മുഖവും തമ്മിൽ ആനയാണ് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചാരു പറഞ്ഞപ്പോൾ ചമ്മിയ മുഖത്തോടെ വിക്രം നിന്നു. എല്ലാവർക്കും ചിരി വന്നു. വൈദു വായ പൊത്തിപ്പിടിച്ചു നിന്നു. ടി നരന്തേ, കൂടുതൽ എന്നെ ചൊറിയാതെ പോയേ. വിക്രം അവളെ കണ്ണുരുട്ടിയപ്പോൾ ചാരു ഒരു ലോഡ് പുച്ഛം വാരി വിതറി. മതി, സന്ധ്യയ്ക്ക് മുൻപ് അമ്പലത്തിനെത്താൻ നോക്ക്.
ലേഖ പറഞ്ഞപ്പോൾ വിക്രം ചവിട്ടിത്തുള്ളി ഇറങ്ങിപ്പോയി. വൈദു എല്ലാവരോടും യാത്ര പറഞ്ഞ് കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. അവർ പോകുന്നത് നോക്കി ലേഖ നെടുവീർപ്പിട്ടു. ഇനി അച്ചുവിൻ്റെ കാര്യം കൂടി ഒന്ന് നടന്നു കിട്ടണേ ദേവി. ലേഖ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അരമണിക്കൂറുണ്ടായിരുന്നു അമ്പലത്തിലേക്ക്. വിക്രം കാറ് നിർത്തിയപ്പോൾ വൈദു പുറത്തേക്കിറങ്ങി. പഴയ രീതിയിലുള്ളൊരു അമ്പലമാണ്. ഒരു വലിയ തോടിൻ്റെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാദേവനാണ് പ്രതിഷ്ഠ. വൈദുവിൻ്റെ ഇഷ്ടദേവൻ. ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവിടെ വൈദു പോയി അർച്ചന ചീട്ടെഴുതി. അപ്പോഴേക്കും വിക്രം കൂവളഹാരവും ഗണപതിക്ക് കറുവഹാരവും വാങ്ങി വന്നു. മഹാദേവൻ്റെയും ഗണപതിയുടെയും നാഗരുടെയും പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ അവിടെ. ശാന്തസുന്ദരമായ അന്തരീക്ഷം. നാഗരുടെ മുന്നിൽ മഞ്ഞൾപ്പൊടി വെച്ച് പ്രാർത്ഥിച്ചു. 6 മണിക്കാണ് വിശേഷാൽ പൂജ. പൂജ കഴിഞ്ഞ് പൂജാരി പ്രസാദം കൊടുത്തപ്പോൾ ആരും പറയാതെ തന്നെ അതിൽ നിന്നൊരു നുള്ളു കുങ്കുമം എടുത്ത് അവളുടെ നെറുകയിൽ ചാർത്തിയവൻ. വൈദു അവനെ നോക്കി നിന്നുപോയി. താലിയിലും അവൻ ആ കുങ്കുമം തൊട്ടുകൊടുത്തു. പിന്നെ ചന്ദനവും ഭസ്മവും അവളുടെ നെറ്റിയിലും തൊട്ടുകൊടുത്തു. വൈദു ശ്വാസം വിലങ്ങി നിന്നു. അവൻ സ്വയം നെറ്റിയിലിട്ടുകൊണ്ട് ഒന്നുകൂടി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഒരുപാട് വർഷം ശിവപാർവതിമാരെ പോലെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. പൂജയുടെ പ്രസാദമടങ്ങിയ തട്ടം ഒരുമിച്ച് ഏറ്റുവാങ്ങി. വൈദുവിന് ആ തോട്ടിൽ കുറച്ച് കാല് നനയ്ക്കാൻ ഒരാഗ്രഹം തോന്നി. തോട്ടിൽ തന്നെ നോക്കി നിൽക്കുന്നവളുടെ മനസ്സ് പിടികിട്ടിയതുപോലെ അവൻ നോക്കി. വാ. അവളുടെ കൈ പിടിച്ച് അവൻ തോടിൻ്റെ ഓരോ പടികളായി ഇറങ്ങി. അവസാന പടിയിലെത്തിയപ്പോൾ കുറേ ചെറിയ മീനുകൾ ഓരോന്നായി അവളുടെ കാലിൽ ഇക്കിളിയിട്ടപ്പോൾ അവൾ കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. താഴെ പിന്നെയും ഇറങ്ങാൻ പോയവളെ അവൻ പിടിച്ചു നിർത്തി. പായലാണ്, തെന്നി വീഴും. ബലിക്കടവിന് വേണ്ടിയും പിന്നെ ആൾക്കാർക്ക് ഇറങ്ങി കാല് നനയ്ക്കാൻ വേണ്ടിയുമാണ് ഇവിടെ ഇങ്ങനെ പടികൾ കെട്ടിയത്. അവൻ ശാസന പോലെ അവളോട് പറഞ്ഞു. അവളുടെ മുഖം വീർത്തു. പെട്ടെന്ന് കയറാനാഞ്ഞവൾ തെന്നി വീഴാനാഞ്ഞതും വിക്രം അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് ചേർത്ത് പിടിച്ചു. പരസ്പരം നോട്ടമിടഞ്ഞപ്പോൾ അവൾ കണ്ടു. ആ ആയത്തിൽ അവൻ പിടിച്ചപ്പോൾ അവളുടെ നെറ്റിയിലെ സിന്ദൂരം അവൻ്റെ നെറ്റിയിൽ പടർന്നത്. വൈദു അവൻ്റെ മുഖത്താകെ നോക്കിയിരുന്നു. ഇങ്ങനെ നിൽക്കാനാണോ ഭാവം? കാണുന്നത് പോലെയല്ലോ, മുട്ടിഞ്ഞ വെയിറ്റാണ്. അവളെ നേരെ നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ പ്രസാദത്തിൽ നിന്ന് കുറച്ച് അവിലെടുത്ത് തോട്ടിലിട്ട് കൊടുത്തു. മീനുകൾ ചാടി കുതിച്ചു വന്ന് തിന്നുന്നത് അവൾ കൗതുകത്തോടെ നോക്കി. കുറച്ച് അവളുടെ കയ്യിലും കൊടുത്തു അവൻ. അവളുടെ മുഖത്തെ തിളക്കവും സന്തോഷവും അവൾ കാണാതെ നോക്കി നിന്നു. തിരികെ കയറി വരുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് ഇരുവരും പൈപ്പിൽ നിന്ന് കാല് കഴുകി കാറിൽ കയറി. നീ എനിക്കുകൂടി സിന്ദൂരം കേട്ടോ? മിററിൽ കൂടി സ്വന്തം നെറ്റി നോക്കിക്കൊണ്ടവൻ ചോദിച്ചപ്പോൾ വൈദു ചമ്മലോടെ മുഖം തിരിച്ചു. വിക്രം അവൾ കാണാതെ ചിരിച്ചുപോയി. പിന്നെ വീടെത്തുന്നതുവരെ കുറച്ച് മുൻപ് നടന്ന ഓരോ നിമിഷങ്ങളിലായിരുന്നു വൈദു. അതിൽ നിന്നും പുറത്ത് കടക്കാനാവാതെ. രാത്രിയിൽ വിക്രം റൂമിലേക്ക് വരുമ്പോൾ വൈദു ഉറങ്ങിയിരുന്നു. 11 മണിയായി. എസ്റ്റേറ്റിലെ കുറേ കണക്കുകൾ നോക്കാനുണ്ടായിരുന്നു. അച്ഛനും ചെറിയച്ഛനും നാളെ ദുബായിൽ മീറ്റിങ്ങിന് പോവുകയാണ്. വലിയൊരു പ്രതീക്ഷയാണ് ഈ പ്രോജക്റ്റ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കുറേ നാളായി അതിൻ്റെ പിന്നാലെയായിരുന്നു. അതുകൊണ്ട് തന്നെ എസ്റ്റേറ്റിലെയും ഹോസ്പിറ്റലിലെയും കുറേ കണക്കുകൾ നോക്കാനുണ്ട്. ഈ ആഴ്ച NABHൻ്റെ ഓഡിറ്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ. അതിൻ്റേതായ തിരക്കുമുണ്ട്. എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ആളുറങ്ങി. അവൻ അവളെ കുറച്ചു നേരം നോക്കി നിന്നു. കൈകൾ മടക്കി കവിളോരം ചേർത്ത് വെച്ചാണ് കിടപ്പ്. ടീഷർട്ടും പാൻറ്റുമാണ് വേഷം. സാരി ഉടുക്കുമ്പോൾ പെണ്ണൊരു പ്രത്യേക ഭംഗിയാണ്. അരയോളം പുതപ്പിട്ടിട്ടുണ്ട്. ഒരറ്റത്തൊതുങ്ങിയാണ് കിടപ്പ്. പിന്നിയിട്ട മുടി ബെഡിൽ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. വിക്രം AC അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവളുടെ കഴുത്ത് വരെ പുതപ്പിച്ചു കൊടുത്തു. പിന്നെ ഡിം ലൈറ്റ് ഓണാക്കി കയറി കിടന്നു. അവൻ തിരിഞ്ഞുകിടന്ന് അവളെ നോക്കി. അവൻ്റെ മനസ്സിൽ അന്ന് ചന്ത് വീട്ടിൽ വന്നപ്പോൾ അവളെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. ആ ഓർമ്മയിൽ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. സിമൻറ്റ് കോളനിയിലുള്ള അവനെ കണ്ടുപിടിക്കാൻ മനസ്സിലൊരു തീരുമാനമെടുത്തു കഴിഞ്ഞു. ഒരു പെൺകുട്ടിയോടും ചെയ്യാൻ പാടില്ലാത്തതാണ് അവൻ ചെയ്തത്. അപ്പോഴത്തെ അവളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവൻ ഓർത്തു. അന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോൾ സന പറഞ്ഞാണ് താൻ അറിഞ്ഞത്. അന്നത്തെ സംഭവം അവളുടെ മനസ്സിൻ്റെ കോണിൽ ഇപ്പോഴും അവളെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന്. നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു പക്ഷേ അവൾ അതിനെ ഭയന്നേക്കാമെന്ന്. സാവധാനത്തിൽ അവളെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ട് എത്തിച്ചതിന് ശേഷം അവളുടെ പൂർണ്ണ സമ്മതത്തോടെയാവണം ഒന്നാകേണ്ടത് എന്ന്. വിക്രം ആ ഓർമ്മയിൽ അവളുടെ നെറ്റിത്തടത്തിൽ ചുണ്ടുകൾ ചേർത്തു. അറിയാം, ഒരുപാട് അനുഭവിച്ചതാണെന്ന്. നിന്റെ കുറുമ്പും വാശിയും ദേഷ്യവും കാണാനാണ് ഞാൻ ഓരോന്ന് പറഞ്ഞു ചൊടിപ്പിക്കുന്നത്. അല്ലാതെ നീ മനസ്സിൽ കരുതും പോലെ എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവും പകയും ഇല്ല പെണ്ണെ. പക്ഷേ പ്രണയമാണോ എന്നും അറിയില്ല.
എനിക്കും നിനക്കും ഇനിയും സമയം വേണം. അതുവരെ നിന്നെ ഇങ്ങനെ മെരുക്കി നിർത്താൻ ആണ് എനിക്കിഷ്ടം. നീ ഇങ്ങനെ റബ്ബർ പോലെ തെറിക്കുന്നത് കാണാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ മറ്റൊരാളാൽ നീ കണ്ണ് നിറയ്ക്കില്ല, അത് അനുവദിക്കുകയുമില്ല. നിന്റെ കണ്ണ് നനയിച്ചവരെ വെറുതെ വിടുകയുമില്ല. പ്രണയം വന്ന് ഭ്രാന്ത് മൂത്തതല്ല എനിക്ക്. നീ കടന്നു വന്ന കല്ലും മുള്ളും നിറഞ്ഞ വഴികളിൽ നിനക്ക് ഏറ്റ മുറിവിന് മരുന്ന് പുരട്ടാനാണ് എനിക്കിഷ്ടം. അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് വിക്രം മലർന്നു കടന്നു. വൈദു അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. രാവിലെ വൈദു ഉണരുമ്പോൾ വിക്രം അടുത്തില്ലായിരുന്നു. വേഗം പോയി കുളിച്ച് താഴേക്ക് പോയി. ഇന്നാണ് വീട്ടിൽ വിരുന്ന്. അച്ഛനും ചെറിയച്ഛനും 9 മണിക്കുള്ള ഫ്ലൈറ്റിലാണ് പോകുന്നത്. 7 മണിക്ക് അവർ എയർപോർട്ടിൽ പോകും. വൈദു ഓരോന്നോർത്ത് അടുക്കളയിൽ ചെല്ലുമ്പോൾ രമചേച്ചിയും അമ്മയും ചെറിയമ്മയും അടുക്കളയിൽ തകർത്ത പാചകത്തിലാണ്. അമ്മേ, വൈദു വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ രേഖ പുഞ്ചിരിയോടെ അവളെ നോക്കി. ചേച്ചി ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. വീണ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് ചായ എടുത്തു കൊടുത്തു. അച്ഛനും ചെറിയച്ഛനും കൊണ്ടുപോകാനുള്ളത് ഉണ്ടാക്കുക. ഒരാഴ്ച കഴിഞ്ഞല്ലേ തിരിച്ചു വരൂ. ലേഖ അതും പറഞ്ഞ് ഇഡ്ഡലി എടുത്ത് നന്നായി പൊതിഞ്ഞു കെട്ടി. മോളി ചായ കൊടുക്കുക. അവിടെ 4 പേരും കൂടി അച്ഛൻ്റെ മുറിയിലുണ്ട്. വീണ ഒരു ട്രെയിൽ 4 കപ്പിൽ ചായ ഒഴിച്ചു കൊടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. വൈദു അത് വാങ്ങി രാമകൃഷ്ണന്റെ മുറിയിലേക്ക് പോയി. അച്ചുവും വിക്രവും കാര്യമായി 2 പേരോടും സംസാരമാണ്. അച്ഛാ, വൈദു വിളിച്ചപ്പോൾ 4 പേരും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി. വാ മോളെ. രാമകൃഷ്ണൻ സ്നേഹത്തോടെ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. അവൾ ആദ്യം അച്ഛന്മാർക്ക് ചായ കൊടുത്തു. പിന്നെ അച്ചുവിന്. വിക്രത്തിന് പഞ്ചസാര ഇടാത്ത ചായയാണ്. അവനത് കയ്യിലെടുത്തുകൊണ്ട് അവളെ ഒന്ന് പാളി നോക്കി. 2 പേരുടെയും നോട്ടം പരസ്പരം ഇടഞ്ഞു. അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി. മോൾക്ക് എന്തു കൊണ്ടുവരണം തിരിച്ചു വരുമ്പോൾ? രാമകൃഷ്ണൻ സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. രാമകൃഷ്ണൻ വല്ലായ്മയോടെ അവളെ നോക്കി. അയ്യോ, എൻ്റെ കുട്ടിക്ക് എന്തു പറ്റി? അച്ചു പെട്ടെന്ന് എഴുന്നേറ്റ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ പെട്ടെന്ന് കണ്ണു തുടച്ച് ചിരിയോടെ, അത് ഞാൻ അച്ഛനെ ഓർത്തു പോയേട്ടാ. അച്ഛൻ എവിടെ പോകുന്നതിന് മുമ്പും എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. രാമകൃഷ്ണൻ അവളെ അടുത്തേക്ക് വിളിച്ചു. അവളോട് അടുത്തിരിക്കാൻ പറഞ്ഞു. അവൾ ഇരുന്നപ്പോൾ അദ്ദേഹം അവളുടെ കവിളിൽ തലോടി. അച്ഛൻ തന്നെയാ. റാമിനെയും മോൾ അച്ഛനെന്നല്ലേ വിളിക്കുന്നത്? ഞാനും മോളുടെ അച്ഛൻ തന്നെയാ. എന്ത് വേണേലും അച്ഛനോട് പറയാം കേട്ടോ, രാമകൃഷ്ണൻ വാത്സല്യത്തോടെ പറഞ്ഞപ്പോൾ വൈദുവിൻ്റെ മനസ്സ് നിറഞ്ഞുപോയി. ആഹാ, അപ്പം ഞാനാരാ? രാധാകൃഷ്ണൻ കുറുവോടെ ചോദിച്ചു. ഇതെന്തുവാ, അച്ഛന്മാരുടെ മാർക്കറ്റോ? വിക്രം പുച്ഛത്തോടെ ചോദിച്ചപ്പോൾ അച്ചു അവൻ്റെ ചുമലിൽ ഒരടി കൊടുത്തു. അവൾ പുറത്തേക്ക് പോയപ്പോൾ അച്ചു അവനെ ഗൗരവത്തോടെ നോക്കി. അച്ഛനില്ലാത്തവർക്ക് ആ വേദന അറിയൂ കുഞ്ഞാ. അച്ചു അത്രയും പറഞ്ഞിറങ്ങിപ്പോയപ്പോൾ വിക്രം അവളുടെ വേദന നിറഞ്ഞ മുഖം ഓർത്തുപോയി. 7 മണിക്ക് അവർ 2 പേരും പോയി. അച്ചുവാണ് അവരെ എയർപോർട്ടിലാക്കിയത്. 9 മണിയായപ്പോൾ വൈദുവും വിക്രവും അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് എല്ലാവർക്കുമുള്ള ഡ്രസ്സും എടുത്തു. ചന്തു അവളെ വിളിക്കാത്തതിൽ വൈദുവിന് നേരിയ വിഷമമുണ്ടായിരുന്നു. എന്തോ ആലോചിച്ചിരിക്കുന്നവളെ കണ്ട് വിക്രം അവളെ നോക്കി. സ്വപ്നലോകത്തെ ബാലഭാസ്കരി എന്താണ് ആലോചിക്കുന്നത്? വിക്രം കളിയാക്കി ചോദിച്ചപ്പോൾ വൈദു മുഖം വീർപ്പിച്ച് അവനെ നോക്കി. ഒരുപാടങ്ങ് വീർപ്പിക്കാതെ, പൊട്ടിപ്പോവും. എനിക്ക് ആവശ്യമുള്ളതാ. കവളിൽ നാക്കുകൊണ്ട് നെല്ലിക്കാഗോളം ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നവനെ അവൾ മിഴിച്ചു നോക്കി. വൃത്തികെട്ടവൻ. അവൾ പിറുപിറുത്തുകൊണ്ട് സൈഡിലേക്ക് നോക്കിയിരുന്നു. ചന്തുവേട്ടൻ എന്നെ ഇതുവരെയും വിളിച്ചിട്ടില്ല. ഒടുവിൽ അവൾ തന്നെ അവനോട് പറഞ്ഞു. 2 ദിവസമായിട്ടല്ലേ ഉള്ളൂ. ഇന്നിപ്പോൾ അങ്ങോട്ട് പോവുകയും ചെയ്യുക. അതായിരിക്കും. അവൻ ലാഘവത്തോടെ പറഞ്ഞപ്പോൾ അവളും അതാവുമെന്ന് കരുതി. പക്ഷേ വിക്രത്തിൻ്റെ മനസ്സിൽ അതൊരു കനലായി എരിഞ്ഞു തുടങ്ങിയിരുന്നു. കാരണം ചന്തുവിന് അവരോടുള്ള ഇഷ്ടം അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വൈദുവിനോട് അവനിപ്പോൾ കാണിക്കുന്ന അകൽച്ചയുടെ അർത്ഥം മനസ്സിലാവുന്നില്ല. അവർ വീട്ടിലെത്തുമ്പോൾ രാധികയും ഗോപാലും ഉണ്ടായിരുന്നു അവിടെ. അനുവും സഞ്ജുവും വന്നിട്ടുണ്ട്. വൈദു സന്തോഷത്തോടെ കാറ് തുറന്നിറങ്ങിപ്പോയതും വിക്രം മുഖം വീർപ്പിച്ചു വെച്ചു. ഞാനെന്താ ഇവളുടെ ഡ്രൈവറാ? കവറുകളും എടുത്തുകൊണ്ട് പിന്നാലെ വന്നവൻ പിറുപിറുത്തു. സഞ്ജു അവൻ്റെ കയ്യിൽ നിന്നും അതൊക്കെ വാങ്ങി. അളിയ? സഞ്ജു അവനെ കണ്ടപാടെ വിളിച്ചപ്പോൾ വിക്രം അവനെ കൂർപ്പിച്ചു നോക്കി. സഞ്ജു തല ചൊറിഞ്ഞുകൊണ്ട് അവനെ നോക്കി. അത് പിന്നെ വൈദു എൻ്റെ പെങ്ങളല്ലേ, അപ്പോൾ പിന്നെ അവളുടെ കെട്ടിയവൻ എൻ്റെ അളിയനല്ലേ? എന്നാ അളിയൻ വാ. വിക്രം അവൻ്റെ കഴുത്തിൽ കൈയിട്ടുകൊണ്ട് അകത്തേക്ക് കയറി. അപ്പോഴേക്കും ചന്തു ഇറങ്ങി വന്ന് പുഞ്ചിരിയോടെ അവനെ നോക്കി. ഞാൻ വയലിലായിരുന്നു വിക്രം, വാഴയില വെട്ടാൻ പോയതാ, വാ അകത്തേക്ക്. വിക്രം ചിരിയോടെ അവനെ നോക്കി അകത്തേക്ക് കയറി. വൈദു രാധികയുടെയും ഗോപാലിൻ്റെയും നടുവിലിരുന്ന് വിശേഷം പറച്ചിലാണ്. അവൻ ഒരു വേള അവളോട് പരിഭവം തോന്നി. വീടെത്തിയപ്പോൾ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലുമില്ല. വാ മോനെ. ഗോപാൽ അവനെ സ്നേഹത്തോടെ വിളിച്ചു. വൈദുവിനെ അവനൊന്ന് തറപ്പിച്ചു നോക്കി. അവൾ അമ്മളി പറ്റിയതുപോലെ തല താഴ്ത്തി. അപ്പോഴേക്കും രാധികയും ഉണ്ണിയമ്മയും ചായയും ഇലയുടെയും ദീയും ഉണ്ണിയമ്മയും ചായയും ഇലയുടെയുമായി വന്നിരുന്നു.
ഇത്തവണ വൈദു എഴുന്നേറ്റ് വിക്രത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. അവൻ്റെ മുഖം വീർത്ത് കെട്ടിത്തന്നെ ഇരിക്കുകയാണ്. വൈദു വന്ന് അവനെ പാളി നോക്കി. മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഇടപെടുന്നെങ്കിലും തന്നോടൊരു ഗൗരവം തന്നെയാണ്. എങ്ങനെ പോകുന്നു വിക്രം, ബിസിനസ്സൊക്കെ? ഗോപാൽ സൗഹൃദത്തോടെ തിരക്കി. കുഴപ്പമില്ലെങ്കിൽ. പിന്നെ എസ്റ്റേറ്റിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അന്ന് അച്ഛന് വയ്യാതിരുന്ന സമയത്ത് ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആരുടെ ശ്രദ്ധയില്ലായ്മ മുതലെടുക്കാൻ എസ്റ്റേറ്റ് നോക്കി തോമസിന് കഴിഞ്ഞു. അതൊന്ന് ക്ലിയർ ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോൾ. പിന്നെ അടുത്തയാഴ്ച ഹോസ്പിറ്റലിൽ NA-ബീച്ചിൻ്റെ ഓഡിറ്റാണ്. അതൊന്ന് ക്ലിയർ ആകുന്നവരെ അല്പം തിരക്കാണ്. അത്രയും സംസാരിക്കുന്ന വിക്രത്തെ ആദ്യമായി കാണുന്ന കൗതുകത്തോടെ വൈദു നോക്കിയിരുന്നു പോയി. കെട്ടിയവനെ വായി നോക്കി കഴിഞ്ഞെങ്കിൽ എണീച്ചു വാ പെണ്ണെ, അനു അവളുടെ കാതോരം വന്ന് പറഞ്ഞപ്പോൾ വൈദു ജാള്യതയോടെ നോട്ടം മാറ്റിക്കളഞ്ഞു. ചന്തുവിൻ്റെ ഒഴിഞ്ഞുമാറ്റം വൈദു ശ്രദ്ധിക്കുന്നുണ്ട്. ദിയ രണ്ടുപേരെയും നോക്കി. അവൻ അവളുടെ മുഖത്ത് നോക്കാൻ മടിയാണെങ്കിൽ അവൻ്റെ അവഗണനയുടെ കാരണം അറിയാതെയാണ് വൈദു അവനെ നോക്കുന്നത്. ഏട്ടത്തി, ഏട്ടൻ എന്താ എന്നോട് മിണ്ടാതെ നടക്കുന്നത്? വൈദു സങ്കടത്തോടെ ചോദിച്ചപ്പോൾ അതിൻ്റെ കാരണക്കാരി താനാണെന്നോർക്കെ ദിയയ്ക്ക് കുറ്റബോധം തോന്നി. ശരിയാണല്ലോ, ചന്തുവേട്ടൻ എന്താ ഒരു ഒഴിഞ്ഞുമാറ്റം? അനുകൂടി പറഞ്ഞതോടെ ദിയ വാഴയില തുടച്ചുകൊണ്ട് നിന്ന് ചന്തുവിൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ പറഞ്ഞത് മനസ്സിലിട്ട് അവളോട് എന്തിനാ അകൽച്ച കാണിക്കുന്നത്? എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഈ കാലം അത്രയും സ്വാതന്ത്ര്യത്തോടെ അവൾ ഏട്ടനോട് ഇടപഴകിയത്. ഒരിക്കലെങ്കിലും അവൾ അവഗണിച്ചിട്ടുണ്ടോ? അവളുടെ മനസ്സിപ്പോൾ നന്നായി കലങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം തല്ലിക്കെടുക്കാതെ അവളുടെ ചന്തുവേട്ടനായിട്ട് പോയി അവളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. ദിയ അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ ചന്തു അനുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന വൈദുവിനെ നോക്കി. മുഖത്തൊരു ദുഃഖം നിഴലിച്ചിട്ടുണ്ട്. ചന്തു വൈദുവിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. വൈദു, അവൻ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ വൈദു അവനെ നോക്കി. അപ്പോൾ എന്നോട് പിണക്കമില്ലേ? ഇല്ല, ഞാനെന്തിനു ഇത്രയും ദിവസം കൂടെ ഉണ്ടായിട്ട് പെട്ടെന്നൊരു ദിവസം നീങ്ങ് പോയപ്പോൾ ഒരു വിഷമം, അത്രേ ഉള്ളൂ. ചന്തു അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അത്രയും മതിയായിരുന്നു അവളുടെ പരിഭവം അലിഞ്ഞില്ലാതാൻ. മോനെ വിക്രം, വാ ഭക്ഷണം കഴിക്കാം. രാധികയും ഉണ്ണിയമ്മയും സ്നേഹത്തോടെ വന്ന് വിളിച്ചപ്പോൾ വിക്രം കൈകഴുകി വന്നിരുന്നു. വൈദുവിനെ രാധിക അവൻ്റെ അടുത്തിരുത്തി. സദ്യയും പിന്നെ കായൽ മീൻ വറുത്തതും മുളകിട്ടതും കുറച്ച് ബീഫ് കുരുമുളകിട്ട് വരട്ടിയെടുത്തതും ഉണ്ടായിരുന്നു. കൂടെ കപ്പയും. വിക്രം എല്ലാം ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് വൈദു ചിരിയോടെ കഴിച്ചു. പക്ഷെ മുളകിട്ടത് നെറുകിയിൽ കയറിയപ്പോൾ രാധികയുടെ നീണ്ടുവന്ന കൈകൾക്ക് മുൻപേ വിക്രം അവളുടെ നെറുകിൽ തട്ടിക്കൊടുത്തു. കുറച്ച് വെള്ളവും എടുത്തു കൊടുത്തു. സഞ്ജു ആക്കിയൊരു ചുമച്ചപ്പോൾ വൈദു ചമ്മലോടെ മുഖം താഴ്ത്തി. വിക്രം യാതൊരു ഭാവമാറ്റവുമില്ലാതെ കഴിക്കുന്നത് തുടർന്നു.